നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അമേരിക്കയിലെ ചില കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ്. പെൻസിൽവാനിയയിലെ ഒരു ആമീസ് സമുദായക്കാരുണ്ട്. അവരുടെ സംസ്കാരവും അവരുടെ ജീവിത രീതിയൊക്കെ പരിചയപ്പെടാനും നിങ്ങളെ കാണിക്കാനും വേണ്ടിയാണ് ഞാൻ ഇന്ന് യാത്ര പുറപ്പെടുന്നത്. ഇപ്പം ഞങ്ങൾ ആമീസ് വില്ലേജിലേക്കുള്ള യാത്രയാണ്. ന്യൂജേഴ്സിയിൽ നിന്നും ഏകദേശം 150 കിലോമീറ്ററോളം യാത്ര ചെയ്താലാണ് നമ്മൾ ആമീസ് വില്ലേജിലെത്തുക. അപ്പം ഞങ്ങൾ ന്യൂജേഴ്സിയിൽ നിന്നും ആമീസ് വില്ലേജിലേക്കുള്ള യാത്രയാണ്. യാത്ര എന്ന് പറയുന്നത് 150 കിലോമീറ്ററാണ് ഞങ്ങൾ ടോട്ടൽ നമുക്ക് യാത്ര ചെയ്യാനുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് ഏകദേശം ഒരു 10-20 കിലോമീറ്റർ മുമ്പേ മൂത്രമൊഴിക്കാൻ. അവിടെ ഇവിടെ റോഡ് സൈഡിൽ നമുക്ക് മൂത്രമൊഴിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ എൻ്റെ കാറിൽ പെട്രോൾ അടിക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും ഞങ്ങൾ നേരത്തെ പെട്രോൾ അടിക്കുന്നതിനേക്കാൾ ഏറെ എനിക്ക് ആവശ്യം മൂത്രമൊഴിക്കുക. അപ്പോൾ അതിനൊരു സൗകര്യം ഈ പമ്പിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പമ്പിൽ ഞങ്ങൾ ഇപ്പോൾ ഈ തൊട്ട് ബാക്കിൽ കാണുന്നത് പമ്പാണ്. ആ പമ്പിൽ നിന്ന് ഞങ്ങൾ പെട്രോൾ അടിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഇവിടെ ബാക്കിൽ മനോഹരമായൊരു കാഴ്ച കണ്ടു. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു കൾട്ടിവേഷൻ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ആ കൾട്ടിവേഷൻ ഏരിയ നമുക്ക് വളരെ വൈഡായിട്ട് കാണാം. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസമാണ് ഇവിടെ കൾട്ടിവേഷൻ കഴിഞ്ഞത്. ഈ ചോളത്തിൻ്റെ കൾട്ടിവേഷൻ ഏരിയ ഇവിടെ പച്ചപ്പും അവിടെ കൾട്ടിവേഷൻ ഏരിയ കാണുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചയാണ്. ഇത്തരം കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് യു എസിലൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കാണാൻ കഴിയുള്ളൂ എന്നുള്ളത്. ഓക്കെ, ഇനിയും തുടരാം നമുക്ക്. എൻ്റെ മകൻ തന്നെയാണ് ഇവിടെ നിന്ന് പെട്രോൾ അടിക്കുന്നത്. പമ്പിൽ ഈ പെട്രോൾ അടിക്കാൻ സ്റ്റാഫൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ നോക്കാം, കാർഡ് വെച്ച് കൊടുത്തു. സിനാൻ എങ്ങനെയാണ് അതിൻ്റെ ഇത് നമ്മൾ കാർഡ് ഇവിടെ സ്കാൻ ചെയ്യാം. എന്നിട്ട് സാധനം എടുക്കുക. എന്നാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ നമുക്ക് ഏത് ഗ്രേഡാണ് വേണ്ടതെന്നുള്ളത് ഇവിടെ കാണിക്കും. അപ്പോൾ നമ്മൾ അതിൽ ഏതാണോ വേണ്ടത് അത് ചെയ്യാം. ഒരു ഏറ്റവും മിനിമം ചാർജുള്ള സാധാരണതാണ് നമ്മൾ എടുക്കാറ്. അത് ഇവിടെ ബട്ടൺ അമർത്തുന്നു. നമ്മൾ എന്നിട്ട് ഞാൻ ഈ ഇതിൻ്റെ അത് തുറക്കാൻ പോകും. ഗ്യാസിനെ നമ്മൾ തന്നെ തുറന്നിട്ട് അത്രേ ഉള്ളൂ. ഇനി ഫില്ലാകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇത് ക്ലോസ് ആവുന്നു. നമ്മളെടുത്ത് നമ്മൾ ആദ്യം കൊടുത്ത കാർഡിൽ ഓട്ടോമാറ്റിക്കലി ഇവർ ബില്ല് ചാർജ് ചെയ്തോളൂ. ഇപ്പോൾ എത്ര രൂപയ്ക്ക് അടിച്ചത്? ഇപ്പോൾ എത്ര രൂപ? അത് ഇപ്പം അറിയില്ല. ഇത് ഫില്ലാന്ന് ഫുൾ ടാങ്ക് അടിക്കൽ അങ്ങനെ ഫുൾ ടാങ്ക് ആണ് അടിക്കുന്നത്. അത്രയും ഡോളർ കട്ടായി പോയി. അത്ര എത്രയാണോ അവിടെ കാണിക്കുന്നത് അത് ആ കാർഡിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി എടുത്തോളൂ. ഓക്കെ. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ. ഓക്കെ, നൈസ്. ഞങ്ങൾ ആമീസിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഇതിവിടെ നമുക്കൊരു ഗ്രാമപ്രദേശത്തിൻ്റെ ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ ധാന്യം ശേഖരിക്കുന്ന ഒരു ധാന്യത്തിൻ്റെ ഡിപ്പോസിറ്റ് സെൻ്ററാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ കന്നുകാലികളെ നമുക്ക് കാണാം. അവർ വളർത്തുന്ന ഞങ്ങൾ ഏറെ പ്രതീക്ഷയോടുകൂടി മത്തിലെത്തിയിരിക്കുകയാണ്. ഏതാണ്ട് 250 വർഷം പഴക്കമുള്ള ഒരു പ്രത്യേക മതവിഭാഗക്കാരാണ് ഇവർ പ്രത്യേകിച്ച് നമ്മുടെ ടൗൺഷിപ്പുമായോ അല്ലെങ്കിൽ ഇന്നത്തെ പോലെ ഫോൺ ഉപയോഗിക്കുകയോ അതുപോലെ തന്നെ വാഹനങ്ങൾ ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യാതെ വളരെ പഴക്കമുള്ള ജീവിത രീതി, നമ്മളെ കേരളത്തിലൊക്കെ പറയുമ്പോൾ ഒരു ആദിവാസി മോഡൽ സംസ്കാരം വെച്ച് പുലർത്തുന്നവരും ഈവൻ ഇന്ന് പോലും ഫോണും വാഹനങ്ങളും ഉപയോഗിക്കാത്ത ആളുകൾ ഈ അമേരിക്കയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു അതിശയം തോന്നും. അത് അവരുടെ ജീവിതം, അവരെപ്പോഴും പ്രൊഡക്ടിവിറ്റി ആയിട്ട് സ്വന്തമായിട്ട് കൃഷി ചെയ്ത് സ്വന്തമായി ജീവിക്കുന്ന ഒരു ഇടുങ്ങിയ ജീവിത രീതിയും സമാധാനത്തോടു കൂടി തൻ്റെ ജീവിതം, തൻ്റെ ലോകം, തൻ്റെ കുടുംബം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ജീവിക്കുന്ന, ബാഹ്യമായിട്ടുള്ള ഒരു വിധത്തിലുള്ള വികസനങ്ങളും പുരോഗതിയും ടെക്നോളജിയും അഡോപ്റ്റ് ചെയ്യാതെ ആ ഒരു പൗരാണിക ജീവിതം വലിയ ജീവിതമാക്കി കാണുന്ന ഒരു സംസ്കാരം വെച്ചു പുലർത്തുന്ന അമേരിക്കയിലെ ഒരു യൂറോപ്യൻ നിന്ന് കുടിയേറിയ ഒരു വിഭാഗക്കാരാണ് ഇവർ. അവരുടെ സംസ്കാരത്തെ കണ്ടറിയാനും തൊട്ടറിയാനും അവരുമായി ചേർന്ന് നിൽക്കാനുമുള്ള ഒരു യാത്രയാണ്. എന്നോടൊപ്പം അവരുമായി നമുക്ക് അവരുടെ പ്രൊഡക്ഷനും അവരുടെ സംസ്കാരവും നമുക്ക് കണ്ടറിയാം. എൻ്റെ കൂടെ വരും.
which is where the founder of Pennsylvania, William Penn, first heard it from. Now, as he was a Quaker, he believed everybody should have a say in what they believed in. So, William Penn decided. The kitchen here, if you haven't noticed, none of the appliances. This here is going to be the kitchen in the Amish household. On the inside of the iron here. Diaper basket on the chest there, so it serves use or purpose. ഇവിടെ നമ്മൾ കാണുന്നത് ആമിഷ് ആ ഒരു സമുദായക്കാർ ഉപയോഗിച്ചിരുന്ന പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കിണറാണ്. കിണർ നമുക്ക് കപ്പിയും കയറും നമുക്ക് കാണാം. ഇവിടെ ഇങ്ങനെ സ്മൂത്തായിട്ട് കപ്പി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയുള്ള ഒരു സിസ്റ്റമായിരുന്നു ഏകദേശം 250 വർഷം മുമ്പ് അവർ ഉപയോഗിച്ചിരുന്നത്. കൈ ഇവിടെ നമുക്ക് ആമിഷുകാർ ഉപയോഗിക്കുന്ന ഒരു കുതിരയുടെ ഒരു ആലയം നമുക്ക് കാണാം. കുതിരയുടെ ആല നമുക്ക് കാണാം. മാത്രമല്ല അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരു $2 ഇട്ട് കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ ഇവിടെ കിട്ടും. നമുക്ക് സാമ്പിളായിട്ട് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ ആമിഷ് സംസ്കാരത്തെ തൊട്ടറിയുകയാണ്. നമുക്കറിയാം, ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് അവരുപയോഗിക്കുന്ന ഒരു കുതിരവണ്ടിയിലാണ്. ഇതുപോലുള്ള കുതിരവണ്ടിയിൽ ഇപ്പോഴും അവർ യാത്ര ചെയ്യുന്നു. കാറുകൾ ഉപയോഗിക്കുന്നില്ല, തീവണ്ടി ഉപയോഗിക്കുന്നില്ല. ഒരു ആധുനിക ഡെവലപ്മെൻ്റ് ഒന്നും ഉൾക്കൊള്ളാതെ ആ ഒരു പണ്ട് കാലത്തെ ആ പഴഞ്ചൻ രീതിയിൽ തന്നെ ജീവിക്കുന്ന ഒരു സംസ്കാരത്തിൽപ്പെട്ട ഈ ആമിഷ്കാരുടെ ജീവിതം നമുക്കിനിയും കണ്ടറിയുകയും തൊട്ടറിയുകയും ചെയ്യാം. ബായ്. ഞാനിപ്പോൾ ഉള്ളത് ആമിഷ്കാരുടെ ഒരു ക്ലാസ് റൂമിലാണ്. അവരിപ്പോഴും ഇത്തരത്തിലുള്ള ക്ലാസ് റൂമിലാണ് ക്ലാസ് എടുക്കാറുള്ളത്. അപ്പോൾ ഇവിടെ തണുത്ത കാലാവസ്ഥ ആയാലും ചൂടുള്ള കാലാവസ്ഥ ആയാലും AC ഒന്നും അവർ ഉപയോഗിക്കുന്നേ ഇല്ല. അവർ ഈ കാലാവസ്ഥ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു സംവിധാനമാണ് അവരുള്ളത്. ഇവിടെ കൽക്കരി വിറക് കത്തിച്ച് ഹീറ്റാക്കുക, അതുപോലെ തന്നെ അതിൻ്റെ പുക പോകുന്ന ഒരു കോയിലാണ് ഇവിടെയുള്ളത്. അപ്പോൾ അന്നത്തെ ഒരു ജീവിത രീതിയും ഇന്നത്തെ രീതിയും ഒരുപോലെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതാണ് അവരുടെ പ്രത്യേകത. ഇവിടെ നിങ്ങൾ കാണാൻ കഴിയുന്നത് ആമിഷ്കാരുടെ ഫുഡ്, അവരുടെ പലതരത്തിലുള്ള അച്ചാർ, അതുപോലെ തന്നെ ബിസ്ക്കറ്റ്, അവർ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആമിഷ്കാരെന്ന് കൃഷിക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഉപകരണങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയും. കിളയ്ക്കുന്നത്, അതുപോലെ തന്നെ വിതയ്ക്കുന്നത്, അതുപോലെ തന്നെ അത് കട്ട് ചെയ്യുന്നത്, ഇതുപോലുള്ള ഒരുപാട് അന്ന് പെരിങ്കല്ലൻ പണിക്കും അതുപോലെ കട്ടിങ്ങിനൊക്കെ ഉപയോഗിച്ച് ഒരുപാട് മെഷീനുകൾ നമുക്ക് പണ്ട് കാലത്ത് ഇന്നും അവർ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. അന്നും ഇന്നും മാറാത്ത ഒരു സമുദായമാണ് ഇവർ എന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാനിങ്ങനെ പറയുന്നത്. ഒരു സ്പാനിഷ് കുടുംബം കുതിരവണ്ടിയിൽ യാത്ര ചെയ്യുന്നത് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ യാത്ര ആമിഷ് യാത്ര കഴിഞ്ഞ് ആമിഷ് ജനങ്ങളെ സമുദായത്തെ പരിചയപ്പെട്ട് ഇന്നത്തെ എൻ്റെ യാത്ര കഴിഞ്ഞ് ഞാൻ മടങ്ങി എൻ്റെ താമസ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇത്ര മനോഹരമായ കാഴ്ചകളും ദൃശ്യങ്ങളുമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. ഇത്തരം കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് തോട്ടത്തിൽ ഫർണിച്ചർ, പതിമംഗലം, കുന്നമംഗലം. എക്സ്പെൻസീസ്, വൺ ടൈം എഫർട്ട് ബട്ട് ക്വാളിറ്റി ഫോർ